ഇത് പൊട്ടിച്ച് നോക്ക്. ഇതെന്താന്ന് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്? ഗ്രേസിന്റെ സ്പൈഡർമാൻ നോട്ടെ. ഗ്രേസ് ഹലോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ രാവിലെ തന്നെ തേങ്ങയറിവിലാണ്. ഇത്ര നേരം മിടുകൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കൊച്ച് ഉറക്കത്തിൽ നിന്ന് എനിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ മിടുതി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. കരയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയേക്കണ്ടാവും. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മതി പിടിച്ചാലും. അപ്പോൾ ഇവിടെ ഈ കുമ്പളങ്ങ നന്നാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. മോരൊഴിച്ച് കറിയാണോ കുമ്പളങ്ങ കറിയാണോ? കുമ്പളങ്ങ കറി. ഇവിടെ രണ്ടുപേരും ഉറക്കത്തിൽ നെറ്റ് പുതപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ആൾക്കാര്? ഹലോ ഹലോ. അഞ്ചിടാ രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ ഒളിച്ച് കളിച്ചോണ്ടിരിക്കണ്ട. അങ്ങനെ പുതപ്പ് മൂടി പുതപ്പിക്കെടുത്തിട്ട് ശ്വാസം മുട്ടും. ആ എന്റെ കൊച്ചു ലോക്കായി പോയി എൻ്റെ ഉള്ളില്. കൊച്ചോടാ, എന്റെ കൊച്ചു ലോക്കായി പോയോടാ. എന്റെ കുഞ്ഞ് ലോക്കായി പോയാ. അപ്പൊ ഞാൻ കുമ്പളങ്ങക്കറിയിലേക്ക് നമ്മുടെ മറ്റേ മുമ്പ് നമ്മുടെ ഈസ്റ്ററിന് മുളക് നല്ല മണമുള്ള മുളക് അത് വീണ്ടും മേടിച്ചിട്ട്, പക്ഷെ അതിന് അന്നത്തെ മണം ഇന്ന് തോന്നില്ല. ശീലമായോണ്ടാണ് അത്രയും തോന്നണില്ല. നാച്ചുറൽ ആയിട്ടുള്ള മുളകിന്റെ മണം തന്നെയുണ്ട്. വേറെ മണം വേറൊരു മണം. വേറെ മണമല്ല മിടുവ. പച്ചമുളകിന്റെ നല്ല എരിവിന്റെ മണമാണ്. ആണ്, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുളകിന്റെ മണമല്ല. നമ്മുടെ വീട്ടിലുണ്ടായത് നമ്മുടെ വീട്ടിലെ മുളക്. അപ്പൊ ഞാൻ ഇതിലേക്ക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടണില്ല. ഒരു സവോളയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ്. മുളക് പൊടി വേണമെങ്കിൽ മഞ്ഞക്കറി ആയിട്ട് കിടക്കട്ടെ. മുളക് പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ഒരു കളറിന് വേണ്ടി മഞ്ഞ കളറിലല്ലേ ശരിക്കും അല്ലേ? ഇഷ്ടംപോലെ അല്ല, കൂടുതലും ഇവിടെ ഞാൻ കണ്ടേക്കുന്നത് മഞ്ഞ തന്നെയാണ്. ഇട്ടം മാത്രം ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ട് ഞങ്ങള് സ്റ്റീവനും ഗ്രേസിനും എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അവിടെ ജെയ്സും റബേക്കൊക്കെ വന്നിട്ടുണ്ട് കളിക്കാൻ. ഗ്രേസും ഇനി കളിക്കാൻ ആൾക്കാരായില്ല വീണ്ടും. അപ്പൊ അവരങ്ങോട്ട് പോണെന്ന് ഇന്നലെ തുടങ്ങിയിട്ട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇനി അവരവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഇവരവിടെ കൊണ്ടാക്കുമ്പോഴേക്കും ജാസ്മി ഒന്ന് പിള്ളേരെ എടുത്തിട്ട് പോകും. ഇല്ല, അവരവിടെ കളിക്കാൻ വേണ്ടി വന്നേക്കെന്താ മുന്നേങ്ങനെ പറഞ്ഞ അവരെ വേഗം കൊണ്ടാക്കുന്നു പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ. ഗ്രേസ് കുട്ടി സ്റ്റീവ് ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട്. കളിക്കാനുള്ള സന്തോഷത്തിലാണ്. സ്റ്റീവ് നടന്നിട്ട് അവർ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, സ്റ്റീവ് നടക്കണേക്കാൾ മുമ്പാണ് അവര് പോയേ. മമ്മി പോയ സമയത്ത് സ്റ്റീവ് നടന്നിട്ടുണ്ടായില്ലല്ല. അപ്പൊ അതെ ഞങ്ങളുടെ ചെറാപ്പാടത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പോവാണ്ട. സ്റ്റീവ് ആ ശരി ശരി, ചെറിയാണ് കാണിച്ചേ. പാടം കഴിഞ്ഞു. റബേക്ക സ്റ്റീവിന് എടുക്കാറില്ലല്ലോ. പറയാറല്ലേ ഉള്ളു. നിങ്ങൾ ആരും എടുക്കരുത് സ്റ്റീവിനെ. എന്തൊക്കെ കാണിക്കാവോ? സ്റ്റീവനെ നോക്കണം. ഗ്രേസ് ആണ് പ്രൊട്ടക്ട് ചെയ്യണ്ടേ സ്റ്റീവിനെ. ഗ്രേസ് ആണ് സ്റ്റീവിന്റെ ഏഞ്ചല്. സ്റ്റീവിനെ നോക്കി കൊണ്ടുപോകേണ്ടത് ചേച്ചിയാണ്. പക്ഷേ ഞാനൊരു ഗെയിം തുടങ്ങാൻ പോയി. എന്തൊരു ഗെയിം? അവളെ നോക്കാൻ അവനെ ഏൽപ്പിക്കായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം. കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റീവും ഉണ്ടാവില്ല. പക്ഷെ നോക്കണട്ടെ ആ ബേബീനെ. ഗ്രേസിന്റെ ബേബി വീഴാണ്ടൊക്കെ നോക്കണം. ഓക്കെ. നീ പിടിച്ചൊന്നും ഓടണ്ട, അവൻ തന്നെ ഓടിക്കോളും.
പിടിച്ചോടിപ്പോണ തലയും കുത്തി വീണേന്ന്. പുറത്തേക്ക് വരുന്നു. അല്ല ഞാനിങ്ങനെ നോക്ക് ഇങ്ങനെ പയ്യൻ നടന്ന് ഓടണ്ട പോലത്തെ ആക്ഷൻ ചെയ്തു. സ്റ്റീവിന്റെ ശരിക്കുള്ള ഓട്ടത്തിൽ അങ്ങോട്ട് ഓടി ഓടി അവന് ഓടുന്ന സമയത്ത് പിടിച്ചു നിർത്തരുത് കേട്ടാ. അവന് അതല്ലെങ്കിൽ തന്നെ ഒരു ബാലൻസ് ഇല്ല കേട്ടാ. എനിക്കൊരു ബാലൻസ് ഉണ്ട്. നിനക്ക് ബാലൻസ് ഉണ്ട്, പക്ഷെ സ്റ്റീവ് ഓടി തുടങ്ങുന്നുള്ളൂ. സ്റ്റീവ് നമ്മളെത്തി, അമ്മാമ്മേന്റെ അവിടെ എത്തി. അപ്പൊ ദേ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. ഇതെന്താ കറുത്ത സ്പൈഡർമാൻ? ഗ്രേസിന്റെ സ്പൈഡർമാൻ നോട്ടെ. ഗ്രേസ്, ഇത് ചുവന്ന സ്പൈഡർമാൻ. പലവർക്കും പല സ്പൈഡർമാനാണ്. ഇതാരത്? ശ്വാസം കിട്ടണ്ട, ശ്വാസം കിട്ടണ്ട. അയ്യോ, കൊച്ചിന് പേടിയാണ്. സ്റ്റീവ്, അപ്പാപ്പ, ഞങ്ങള് പോയോ എന്നിട്ട് വലുതായ ഇതാര് കെട്ടി തന്ന മുടി? അമ്മ കെട്ടി തന്നതാ. ഇവിടെ വന്നപ്പോഴേക്കും റിതത്തിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ AC ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ വേഗം പോണം വീട്ടിലേക്ക്. അപ്പൊ അതേ പോവാണ്ടെന്ന് നല്ല ചൂടുള്ള ദിവസമായി. ചൂടുള്ള ദിവസം ഇന്ന് വന്നപ്പോ സന്തോഷം. കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞല്ലോ, മഴയൊക്കെ തുടങ്ങി, ചൂടൊക്കെ പോയി. അല്ല, എനിക്ക് തുണി വിരിച്ചതിനെ കുറിച്ച് ഓർത്തട്ടാ. ഇതെന്റെ തുണികളൊക്കെ ഉണങ്ങിക്കൊണ്ടുള്ളൂ. 2-3 ദിവസം എങ്ങനെ കിടക്കണം. അത് ഉണങ്ങി കിട്ടിയ അടുത്ത ട്രിപ്പ് കഴുകാനുണ്ട്. അത് ഉണങ്ങാണ്ട് ഇങ്ങനെ കഴുകണേന്ന് വിചാരിച്ചോണ്ടെങ്കിൽ നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ AC ഇതാ എത്തി പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ AC-നെ അൺലോഡ് ചെയ്ത് ഇവരുടെ വണ്ടി തിരിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ AC ഒക്കെ അൺലോഡ് ചെയ്ത് അവർ പോയി. അപ്പോൾ അവർ വന്നപ്പോൾ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ അവരുടെ പുതിയ അത് ആ പെർഫ്യൂം ലോഞ്ച്. ഇത് പൊട്ടിച്ച് നോക്ക്, ഇതെന്താണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്? എന്തായിരിക്കും ഇത്? എല്ലാവർക്കും കൊടുക്കണ ഗിഫ്റ്റാണോ? എങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും കൊടുക്കണ സാധനമാണത് പർച്ചേസിൻ്റെ കൂടെ. അയൺ ബോക്സ്. കസ്റ്റമർ ആയതിന്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും, അറിയില്ല. എന്തായാലും നല്ല കളർ, അടിപൊളിയല്ലേ? നല്ല ഭംഗിയാണ്. കൊള്ളാം. അപ്പോൾ താങ്ക് യു റിതം. താങ്ക് യു റിതം. കാരണം AC തരാൻ ഇച്ചിരി ലേറ്റ് ആയെങ്കിലും നല്ല സർവീസ് തന്നെയുണ്ട്. കാരണം ഇപ്പം തന്നെ സാധാരണ AC ഒക്കെ വന്ന് 3-4 ദിവസം കഴിഞ്ഞ ഫിറ്റിങ്ങിന് വരാറ്. ഇതിപ്പോൾ തന്നെ ഫിറ്റ് ചെയ്യാൻ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അവരെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇത് 2 ടാഗ് 2 ഉണ്ട്. ഇത് വരുമ്പോൾ തന്നെ ഗ്രേസ് എടുത്തിട്ട് പോകും. ഇതാണ് പെർഫ്യൂം എന്ന് പറഞ്ഞത്. നോക്കൂ, കൊള്ളാം, അടിപൊളി. അപ്പം എന്തായാലും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുടെ എയർ കണ്ടീഷൻ. ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ, EU12 AKY5FM. സ്മാർട്ട് AC ആണ്. അലക്സയും ഗൂഗിൾ അസിസ്റ്റൻറ്റും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ ഓൾറെഡി അതിലുണ്ട്. നമുക്ക് നമ്മുടെ അലക്സ വഴി അതിനെ കൺട്രോൾ ചെയ്യാം. AC യൂണിറ്റിൻ്റെ വില വന്നത് 39,900 രൂപയാണ്. പിന്നെ ഇവിടെയുള്ള AC ഞങ്ങൾ എക്സ്ചേഞ്ചിന് കൊടുത്തു. അപ്പോൾ അതിനും നല്ല റേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. കാരണം ഇത് 5 സ്റ്റാറാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് 3 സ്റ്റാറാണ്. 6 വർഷം ആയിട്ടുണ്ട് ആ AC. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ പാനസോണിക്കിലേക്ക് എത്തിയത്. ആ പാനസോണിക്കും ഷോപ്പുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇവരങ്ങനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം കൊണ്ട് എത്തിച്ച് എന്താണ് ഒരു ദിവസമൊക്കെ പറഞ്ഞത്. പിന്നെ 2-3 ദിവസം പിടിച്ചു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സാധനം കിട്ടി. വീഡിയോ ഹാപ്പിയാണോ?
തീർച്ചയായും ഫിറ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ കറി വെക്കട്ടെ വേഗം. ഓക്കെ, നിനക്ക് കറിയാണല്ലോ ഇത്. അല്ലെങ്കിൽ എല്ലാം ലേറ്റായി പോകും. ചേട്ടനായില്ല, ഞാൻ AC ഇറക്കി ഒന്നുമില്ല. നീ കുടിച്ചോ? വേണ്ട വേണ്ട, കുടിക്ക്. എന്നാ വേണമെങ്കിൽ കുടിച്ചോ, ഇനി കിട്ടില്ല. അത് കിട്ടില്ല, വേണമെങ്കിൽ കുടിച്ചിട്ട് നന്നായി, ബാക്കി ഞാൻ കുടിച്ചോണ്ട്. കുടിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല. ഏണ്ട് സൂപ്പറാണ്. അടിപൊളിയാണ്. പാൽപ്പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ. പാലാണോ? എന്തായാലും സൂപ്പർ ജ്യൂസ്. അപ്പം AC ഫിറ്റ് ചെയ്യാനുള്ള ചേട്ടൻ ഇപ്പം വരും. അപ്പം ആ ചേട്ടൻ വന്നിട്ട് AC ഇപ്പം ഫിറ്റ് ചെയ്യും. ഞങ്ങളുടെ പഴയ AC ഊരി അവർ തന്നെ എക്സ്ചേഞ്ച് അവർ എടുത്തിട്ട് പോവുകയും ചെയ്യും. എനിക്ക് എപ്പോഴാണ് കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല. അവരെന്തായാലും ഊരി എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറ്റിംഗ് ചാർജ് വരുന്നത് 1500 രൂപയുണ്ടോ. പഴയ AC ഊരിനതിന് ചാർജ് വരുന്നത് 750 രൂപയാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ലോയിഡിനെ അഴിച്ചു മാറ്റാണ്. അപ്പോൾ നമ്മുടെ AC-യുടെ അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടേ പെട്ടി പൊട്ടിച്ചു. ഇതാണ് നമ്മുടെ AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റ്. ഇത് മാത്രം ഒരു കളർ ചേഞ്ച് ഉണ്ട്. ഒരു അലുമിനിയത്തിൻ്റെ കളർ ഒരു കോട്ടിങ് എന്തോ ഉണ്ട്. കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട് മറ്റുള്ള യൂണിറ്റായിട്ട്. നമ്മളൊരു ഹെൽപ്പ് ചെയ്യാന്ന് എവിടെയെങ്കിലും പിടിച്ചോ എന്തെങ്കിലും ചെയ്തു തരാം. ചേട്ടൻ ഒറ്റയ്ക്ക് പൊന്തിച്ച് വെക്കുള്ളൂ എന്ന് പറയണേ. ഒരു 2 AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റാണ് ഈ പൊക്കി വെച്ചേക്കണേ വിൽസൺ ചേട്ടൻ. നിങ്ങൾ പൊന്തിക്കണാണേ, നമുക്കുണ്ടല്ലോ മാനസികമായിട്ടൊരിത്. അപ്പോൾ നമ്മുടെ AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം വാക്വം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫിറ്റിങ് കഴിയാറായി. അപ്പോൾ അങ്ങനെ നമ്മുടെ AC-യുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ആദ്യത്തെ ഉദ്ഘാടന ഓൺ. അങ്ങനെ AC ഓണായിരിക്കുന്നു. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന നമ്മുടെ വിൽസൺ ചേട്ടന് ഒരുപാട് നന്ദി. വിൽസൺ ചേട്ടൻ ഇങ്ങോട്ട് ഒന്ന് നോക്ക്. എന്ത് വിൽസൺ ചേട്ടൻ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല. ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞ് റിമോട്ടുണ്ട്. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ കൈപ്പത്തിയുടെ ഉള്ളിൽ കുഞ്ഞ് റിമോട്ടാണ്. എന്തായാലും നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ AC-യുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വിൽസൺ ചേട്ടൻ പോയി. ശരിക്കും ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ AC ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഫിറ്റിങ്ങിനൊക്കെ വരാറ്. എന്തായാലും സ്പോട്ട് അപ്പോൾ തന്നെ പിന്നാലെ ആൾ വന്ന് AC ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ താങ്ക് യു റിതം. അതുപോലെ ഇപ്പോഴത്തൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ വാക്കൊന്നും ചെയ്യാറില്ല. AC ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ വാക്കൊന്നും ചെയ്യാനും ഒട്ടുമിക്ക പല സ്ഥലങ്ങളിൽ ഞാൻ AC ഫിക്സ് ചെയ്യാനാണ് ഉണ്ടാക്കണേ. എന്തായാലും വാക്കൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ വിൽസൺ ചേട്ടനും താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും പാനസോണിക്കിൻ്റെ ഇതേപോലെ വൈഫൈ എനേബിൾ ആയിട്ടുള്ള AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ ബൈ.